രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഹൈക്കമാൻഡിനെ ആശങ്കയറിയിച്ച് കേരളത്തിലെ നേതാക്കൾ. തീരുമാനത്തിൽ വ്യക്തത വേണമെന്നും കൃത്യമായ നിലപാടെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ പങ്കെടുത്താൽ കേരളത്തിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും നേതൃത്വം അറിയിച്ചു. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു കൺഫ്യൂഷൻ അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് അവരുടെ തീരുമാനത്തെ അത് കേരളത്തിൽ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ളൊരു സ്ഥിതി കൂടിയുണ്ട്. ഈ ഒരു അവസരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആശങ്ക അറിയിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിനെ. ജിൽസി, ഇത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ക്ഷണം ഉണ്ടായപ്പോൾ, അതായത് സോണിയാഗാന്ധി നിലവിൽ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ അധീർ രഞ്ജൻ ചൗധരി എന്നിവരെ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു, ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ദിഗ്വിജയ് സിംഗ് ആണ് ആദ്യമായിട്ടൊരു പ്രതികരണം നടത്തി രംഗത്തെത്തിയത്. അതായത് ഒന്നെങ്കിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ ഇതിൽ പങ്കെടുക്കും എന്നുള്ളൊരു തീരുമാനമാണ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചത്. അതല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് നേരിട്ടോ ഇത്തരത്തിലൊരു നിലപാടെടുത്ത് പറയുന്ന ഒരു സാഹചര്യത്തിലൊന്നും എത്തിയില്ലെങ്കിൽ പോലും ദിഗ്വിജയ് സിംഗിനെ പോലൊരു മുതിർന്ന നേതാവാണ് ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കി ഈ രംഗത്ത് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു തിരിച്ചടി തന്നെയാകും എന്നുള്ളൊരു നിഗമനത്തിലാണ് കേരളത്തിലെ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും, ഇതിനകത്ത് എംപിമാരടക്കമുള്ള ആളുകളുണ്ട്, അവരെല്ലാവരും ഹൈക്കമാൻഡിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ആശങ്ക എന്ന് പറയുന്നത് ഒരു വ്യക്തത തേടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും എന്ന് വേണം പറയാൻ. കാരണം ഇതിൽ കൃത്യമായ നിലപാടെടുക്കണം. അതായത് ഇപ്പോൾ സമസ്ത വരെ ഇവിടെ കേരളത്തിൽ എതിർപ്പറിയിച്ച സ്ഥിതിക്ക് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുക്കണം, ആ നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് മാത്രമാണ് ഇതിൽ അങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സോണിയാഗാന്ധിയോ പ്രതിനിധിയോ പോകും എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രം ഇടപെടുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അത് ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കേരളത്തിലെ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്.